സംസ്ഥാന രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയായി നിന്നിരുന്ന വിഷയമാണ് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം. സർക്കാർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും സമസ്തയടക്കമുള്ള ചില മുസ്ലിം സംഘടനകൾ അതിശക്തമായ നിലപാടെടുത്തു. ഈ സർക്കാരിനെതിരെ സമരപ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടായിരുന്നു ഇവരുടെ നീക്കം. പക്ഷേ ഇന്നലെ നടന്ന ചർച്ചയിൽ സർക്കാർ ഈ സംഘടനകളെ എല്ലാം അനുനയിപ്പിച്ചു. അവർ സർക്കാരിൻ്റെ ഉറപ്പുകൾക്ക് വഴങ്ങി. ഇതിന് പിന്നിൽ സംഭവിച്ചതെന്ത്? പക്ഷേ ഇപ്പോഴും സമസ്ത ആവർത്തിക്കുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഉറപ്പുണ്ടായിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ ഇപ്പോഴത്തെ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടുണ്ടോ? എന്ത് രാഷ്ട്രീയ സമ്മർദ്ദമുയർത്തിയാണ് സർക്കാർ സമസ്തയടക്കമുള്ളവരെ വരുതിയിൽ കൊണ്ടുവന്നത്? സർക്കാരിൻ്റെ വിജയം തന്നെയാണോ ഉണ്ടായത്? അടുത്ത വർഷം ആ വർഷം പരിഗണിക്കാമെന്ന സർക്കാർ നിലപാട് സർക്കാർ സമസ്ത അംഗീകരിച്ചത് എന്തുകൊണ്ട്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നു. സർക്കാരിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് സമസ്ത വഴങ്ങി എന്നതാണ് സൂചന. സമസ്തയ്ക്ക് വഴങ്ങിയാൽ സംഘപരിവാർ സംഘടനകളടക്കം ഇത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാക്കുമെന്ന തിരിച്ചറിവിലാണ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സർക്കാരും സ്വീകരിച്ചത്. ഇതിനിടയിൽ നിലപാടിൽ ഉറച്ചു നിന്ന് സർക്കാരിൻ്റെ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ABVPയും രംഗത്ത് വന്നിട്ടുണ്ട്. സ്കൂൾ സമയമാറ്റ വിവാദത്തിലെ പുതിയ സാഹചര്യങ്ങളോട് പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കുമെന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടയിൽ കൂടുതൽ വിശദീകരണം സമസ്ത നേതൃത്വവും നൽകുന്നുണ്ട്. സർക്കാരുമായുള്ള ചർച്ചയിൽ തങ്ങൾ വഴങ്ങിയത് ഈ സർക്കാർ അടുത്ത അധ്യയന വർഷത്തിൽ പുനഃപരിശോധന ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇനി ചർച്ചയാവുന്നത് ഇത്തരമൊരു ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതിൽ സമസ്തയുടെ വാദങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. തൽക്കാലത്തേക്ക് ഈ അധ്യയന വർഷമെങ്കിലും വിവാദത്തെ വഴിതിരിച്ചുവിടാനോ അല്ലെങ്കിൽ അതിനെ മയപ്പെടുത്തിയെടുക്കാനോ സർക്കാരിന് കഴിഞ്ഞുവെങ്കിൽ കാത്തിരിക്കുന്നത് അടുത്ത അധ്യയന വർഷമാണ്. ഒപ്പം ഈ സ്കൂൾ സമയമാറ്റ വിവാദത്തിന് പിന്നാലെ സമസ്തയെ അനുനയിപ്പിക്കാൻ സർക്കാർ ഉയർത്തിയ രാഷ്ട്രീയ തന്ത്രമെന്ത്? എന്ത് രാഷ്ട്രീയ നീക്കമാണ് നടത്തിയത് എന്ന ചോദ്യവും പ്രസക്തമാണ്. വിശദമായി പരിശോധിക്കാം. CV അനുമോദ് ചേരുന്നു. അനുമോദ്, അല്പസമയം മുമ്പ് സമസ്ത ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ വിശദീകരണക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ സർക്കാരിൻ്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ചെയ്തത്, മറിച്ച് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ ഉറപ്പുകളിൽ അടുത്ത അധ്യയന വർഷം ഇത് പുനഃപരിശോധിക്കാമെന്നും ഇപ്പോൾ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണവും നിർദ്ദേശവും ഉള്ളതിനാൽ ഈ അധ്യയന വർഷം വഴങ്ങി തരണമെന്നുമാണ്. മന്ത്രിയുടെ ഈ ഒരു നിർദ്ദേശം, ഈ ഒരു അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് തങ്ങൾ വഴങ്ങിക്കൊടുത്തു എന്നതാണ് സമസ്ത ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. ഇക്കാര്യം സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ എന്ന മറു ചോദ്യമുണ്ട്. എന്തായാലും എന്തുകൊണ്ടാണ് സമസ്തയെ സർക്കാർ വരുതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്? ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ് അനുമോദ്? സജിത്ത്, ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് വളരെ ഉറപ്പുള്ളതാണെന്ന് മറ്റു വിഷയങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഈ കാര്യത്തിൽ വിലയിരുത്താനും കഴിയും. കാരണം ഈ ഒരു വിഷയത്തിൽ സർക്കാർ നേരത്തെ തന്നെ സമയമാറ്റം എന്ന തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ല. എന്തുകൊണ്ട് സമയമാറ്റം ഉണ്ടായി, എന്താണ് കോടതിയുടെ നിർദ്ദേശം, എന്താണ് കാര്യങ്ങൾ പറയുമെന്നായിരുന്നു ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. സ്വാഭാവികമായിട്ടും അതേ നിലപാടിൽ വിദ്യാഭ്യാസ മന്ത്രി ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒരു തരത്തിലും ഈ സമയമാറ്റത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുകയില്ല, അത് കോടതിയുടെ നിർദ്ദേശമാണ്, പഠന സമയം കൂട്ടേണ്ടത് അത്യാവശ്യമാണ്, ഈ കാര്യങ്ങളിൽ ഈ നീക്കം നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് സർക്കാർ ഉറച്ചു നിന്നു. ഒപ്പം തന്നെ സമസ്തയെ സംബന്ധിച്ചും മറ്റു മതസംഘടനകളെ സംബന്ധിച്ചും ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ഇതിൽ പ്രതിഷേധിക്കുകയും അതിലെ പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നതിനും പല പരിമിതികളുണ്ട്. മറ്റു വിഷയങ്ങളിൽ ഉണ്ടാകാറുള്ളത് പോലെ ലീഗിൻ്റെ പരസ്യമായിട്ടുള്ളൊരു പിന്തുണ മറ്റ് സംഘടനകളിൽ പരസ്യമായ പിന്തുണ ഈ വിഷയത്തിൽ ലഭിച്ചിട്ടില്ല. കാരണം ഇത് വിദ്യാഭ്യാസപരമായ ഒരു കാര്യമാണ്, രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല എന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ സമസ്തയെ സംബന്ധിച്ചും വലിയ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങുന്നതിന് വലിയ പരിമിതികളുള്ളൊരു സാഹചര്യം കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത് തന്നെ ഈ വിഷയത്തിന് ഒരു പ്രശ്നപരിഹാരത്തിന് അവസരമാണ് എന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ മാറ്റുകയും സർക്കാരിൻ്റെ തീരുമാനങ്ങൾ, സർക്കാർ അവരുടെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ തങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് കുറച്ചുകൂടി സർക്കാരിനെ അറിയിക്കുകയും ഇതൊരു പരിഗണന വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം നടത്താൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഇതിൽ പറയാനുള്ളൊരു കാര്യം. കാരണം ഇതിൽ സർക്കാർ നിലപാട് മാറ്റില്ല എന്ന മുൻവിധിയിൽ തന്നെയാണ്, ആ തീരുമാനത്തിൽ തന്നെയാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമസ്തയെ സംബന്ധിച്ചും മറ്റ് സംഘടനകളെ സംബന്ധിച്ചും അത് ഉൾക്കൊള്ളുക എന്നതാണ് ഇവിടെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊരു പ്രക്ഷോഭത്തിലേക്കോ പ്രതിഷേധത്തിലേക്കോ പോകുമ്പോൾ മറ്റു വിഷയങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ വലിയ രാഷ്ട്രീയ പിന്തുണ ഈ വിഷയത്തിൽ കിട്ടുകയില്ല എന്നുള്ള കൃത്യമായ സന്ദേശവും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ലഭിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ സമസ്തയെ സംബന്ധിച്ച് സർക്കാരിൻ്റെ തീരുമാനം അംഗീകരിക്കുകയും അവർക്ക് പറയാനുള്ള സർക്കാർ കേട്ടുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ സമസ്തയുടെ വാർത്താക്കുറിപ്പിൽ അടുത്ത അധ്യയന വർഷത്തിൽ സർക്കാർ പരിഗണിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ തന്നെ സമസ്തയിലെ ഒരു വിഭാഗം തന്നെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എങ്ങനെയാണ് അടുത്ത വർഷം ഈ സർക്കാർ തന്നെയാകുമെന്ന് ഉറപ്പ് പറയാനാവുക എന്നുള്ള ചോദ്യം സമസ്തയിലെ ഒരു വിഭാഗം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വർഷം കുട്ടികൾ ഈ ഒരു സമയവുമായി പൊരുത്തപ്പെട്ട് സ്കൂളുകളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ
പിന്നീടൊരു സമയമാറ്റം എന്നുള്ളത് അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യും. അപ്പോൾ സർക്കാരിൻ്റെ നയമാറ്റം എന്നുള്ളത് സമസ്തയിലെ ഒരു വിഭാഗം നേരത്തെ കണ്ടറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സർക്കാരിന് മറ്റു വിഷയങ്ങളിൽ സമസ്ത ഉന്നയിച്ചിരുന്ന കാര്യങ്ങളിൽ സർക്കാർ നൽകിയ പിന്തുണ ഇക്കാര്യത്തിൽ നൽകാത്തതിൻ്റെ കാരണവും സർക്കാരിൻ്റെ നയമാറ്റമാണ്. ഈ നയമാറ്റത്തെ അംഗീകരിച്ചേ തീരൂ. അതല്ലാതെ ഇതിൽ പ്രതിഷേധവുമായിട്ടും പ്രക്ഷോഭവുമായിട്ട് പോയിട്ട് വലിയ കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് സമസ്തയിലെ ഒരു വിഭാഗം ഈ വിഷയത്തിൽ ഇപ്പോൾ അവരുടെ അഭിപ്രായമായിട്ടും പറയുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറിച്ച് സമസ്ത പ്രതിനിധികൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കുകയും അത്തരത്തിൽ സർക്കാരിനോട് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അടുത്ത അധ്യയന വർഷം എന്ന് പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് സർക്കാരാണ് വരിക, ഏത് സാഹചര്യമായിരിക്കും എന്നൊന്നും പറയാൻ കഴിയുകയില്ല എന്നിരിക്കെ ഇപ്പോൾ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് സ്വാഭാവികമായിട്ടും സമസ്തയുടെ അണികൾക്ക് അല്ലെങ്കിൽ സമസ്തയുടെ ഭാഗമായുള്ളവർക്ക് തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. സജിത്, അനുമോദ് സൂചിപ്പിക്കുന്ന പ്രകാരം സമസ്തയെ സംബന്ധിച്ച് അവരുടെ ആവശ്യം ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് വഴങ്ങി. ചുരുക്കത്തിൽ സർക്കാർ തങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു, ആ ചർച്ചയിൽ കേട്ട് വഴങ്ങിക്കൊടുത്തു. ഇതിന് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലൊരു രാഷ്ട്രീയ സമ്മർദ്ദം കൂടിയില്ലേ? പ്രത്യേകിച്ച് ഈ ഉമർ ഫൈസി മുക്കമടക്കമുള്ളവർ മുഖ്യമന്ത്രിയും സർക്കാരുമായിക്ക് വലിയ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കേണ്ടതില്ല എന്ന് ഒരു തീരുമാനം ഇവർക്കിടയിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനം കൂടിയാണോ ഈ ഇന്നലെ ഒരു സമവായ ചർച്ച വിജയം കണ്ടതിൻ്റെ കാരണം? ഈ ഒരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ സമസ്തയിലെ പല പണ്ഡിതരുമായി സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ മുന്നോട്ട് വെച്ച ഒരു കാര്യം, പരസ്യമായിട്ട് ഇതിൽ പ്രതിഷേധത്തിന് ഇറങ്ങിയാൽ തന്നെയും ഇത് പൂർണ്ണമായും നടപ്പിലാകുമോ എന്ന സംശയം അവർക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞിരുന്നത് കോടതിയുടെ വിധി തന്നെയാണ് ഇത് മാറ്റം വരുത്തുന്നതിൽ ഉള്ള ഒരു പ്രതിസന്ധി. ആ ഒരു ഘട്ടത്തിൽ സർക്കാരിൻ്റെ മുൻപിലുള്ളത് ഈ ഒരു സമയമാറ്റവുമായി മുന്നോട്ട് പോവുക തന്നെയാണ് എന്നുള്ളത് സമസ്തയ്ക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ പ്രശ്നമുണ്ടായിരുന്നത് സമസ്തയോ മറ്റു സംഘടനകളെയോ ചർച്ചയ്ക്ക് വിളിക്കാതെ ഈ സമയമാറ്റം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അവരെ മുമ്പിലുള്ളത് അവരോട് ചർച്ച നടത്തുക എന്നുള്ള ഒരു ആവശ്യം മാത്രമായിരുന്നു. മാത്രമല്ല ഇതിൽ സർക്കാരിനെ സംബന്ധിച്ച് ഇടപെടുന്നതിനുള്ള പരിമിതി കൃത്യമായിട്ട് ഒരു വിഭാഗത്തിന് അറിയുകയും ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് ഉറപ്പാണെങ്കിലും ചർച്ച നടത്തി എന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക. മറ്റൊരു കാര്യമുള്ളത്, സമസ്തയിലെ തന്നെ ഒരു വിഭാഗം സർക്കാരിൻ്റെ നിലപാടിൽ ഒരു നയമാറ്റം കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സമസ്തയുമായിട്ട് മുസ്ലിം സംഘടനകളുമായി ചേർന്ന് നിന്നിട്ടും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് സമസ്തയിലെ ഒരു വിഭാഗത്തിന് വിലയിരുത്തുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അടുത്ത തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ വീണ്ടും അത്തരത്തിലൊരു നയവുമായി മുന്നോട്ട് പോയാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമോ എന്നൊരു ആശങ്ക ഇടതുപക്ഷത്തിനുണ്ട് എന്നാണ് അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ നയമാറ്റത്തിൻ്റെ ഒരു പ്രഥമ ദൃഷ്ടാന്തമായി, പ്രഥമ തെളിവായിട്ട് ഈ സ്കൂൾ സമയമാറ്റത്തിലെ വിഷയങ്ങളെ അവർ കാണുന്നത്. അതായത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്താതിരിക്കാൻ സമസ്തയിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടെ ചേർന്ന് നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം അത്തരത്തിലൊരു നീക്കം നടത്തി എന്നുള്ളത്. രണ്ട്, ഇത്തരത്തിൽ മുൻപ് തുടർന്നിരുന്ന നയങ്ങളുമായി മുന്നോട്ട് പോയാൽ രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല, രാഷ്ട്രീയമായി തിരിച്ചടിവുണ്ടാകുമെന്ന തിരിച്ചറിവിനെ തുടർന്ന് ഇടതുപക്ഷ സർക്കാർ കുറേശ്ശെ അവരുടെ നയം മാറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു വിലയിരുത്തൽ. ശരി, അനുമോദനയ്ക്ക് വരാം. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, അല്പസമയം മുമ്പാണ് സമസ്ത ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയത്. ഇതിൽ ഈ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത തെറ്റാണ്. തങ്ങളുടെ നിലപാടിൽ നിന്നും പിന്നോട്ട്